ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം നേടിയെടുക്കാം? ഒരുപാട് പേര് ദിശ അക്കാഡമിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ എക്സാമുകളാണ് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ സാർ PSC സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അല്ലെങ്കിൽ SSC എക്സാംസ് ഇവയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഏതെല്ലാം എക്സാംസ് വരാറുണ്ട് ഒരു വർഷം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെയുള്ള കൃത്യമായ ഒരു ഉത്തരം ഞാൻ ഈ വീഡിയോയിലൂടെ തരാം. അപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്? ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം? ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെ ഈ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണം? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം നേടിയെടുക്കാം? ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ PSC എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന എക്സാം ആണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം. ഒരുപാട് പേര് ഈ എക്സാമിന് വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയും പരീക്ഷകൾ എഴുതുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം LDC എക്സാം വിളിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഏകദേശം 1000-ഓളം അല്ലെങ്കിൽ 1500-ഓളം വേക്കൻസികളാണ് അതിന് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ര പെർസെൻറ്റേജ് ആളുകൾ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടി, SSC എക്സാമുകൾക്ക് വേണ്ടി, റെയിൽവേ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഇതാ. നിങ്ങൾ തന്നെ പറയൂ, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇനി അത്തരത്തിൽ മനസ്സിലാക്കാത്തവർക്ക് കൃത്യമായും ഈ വീഡിയോയിലൂടെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു വർഷം ഏകദേശം 50,000-ഓളം വേക്കൻസികൾ ഉറപ്പായിട്ടും വരുന്ന എക്സാമുകളാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാം. 50,000 മുതൽ 1,00,000 വരെ പോകാൻ സാധ്യതയുള്ള ചാൻസസ് നമുക്ക് ഒരു വർഷം സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിൽ നിന്ന് കിട്ടാനുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ LDCയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഏകദേശം എത്ര വേക്കൻസി നമുക്ക് കിട്ടും? കൂടിപ്പോയാൽ നമുക്ക് 14 ഡിസ്ട്രിക്റ്റുകളുടെ ചേർത്ത് 14,000 14,000 മാത്രമായിരിക്കും മാക്സിമം നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവുക. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു വർഷം തന്നെ ഏകദേശം 50,000-ൽ കൂടുതൽ അവസരങ്ങൾ എവിടെ വരുന്നുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ഈ എക്സാമിന് വേണ്ടി പഠിക്കണോ വേണ്ടയോ? നിങ്ങൾ പറ. ഇതിന് വേണ്ടി പഠിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ ഒപ്പം വന്നാൽ മതി. ഇമ്പോർട്ടൻ്റ് എക്സാംസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് SSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളാണ്. ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, SSC എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ തന്നെ RRB എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ IB, ഇന്റലിജൻസ് ബ്യൂറോ. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് എക്സാംസ്. ഇനിയും ഒരുപാട് എക്സാംസ് ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ചില എക്സാമുകളെ പറ്റി പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ SSC പറയുമ്പോൾ നിങ്ങൾ കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും CGL. എന്താണ് CGL? അതുപോലെ CHSL, MTS, GD, CPO, സ്റ്റെനോ. മക്കളെ, ഈ എക്സാമുകളെ കുറിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? SSC CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, മൾട്ടിപ്പിൾ ടാസ്ക് വരുന്ന എക്സാം, ഫോഴ്സിലേക്ക് വേണ്ടി നടത്തുന്ന GD എക്സാം, പോലീസ് ഓഫീസർ പോസ്റ്റിലേക്ക് നടത്തുന്ന CPO എക്സാം, സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് നടത്തുന്ന സ്റ്റെനോയിഡ് എക്സാം. ഏകദേശം ഇത്രയും എക്സാംസ് ഉണ്ട്. ഇത്രയും എക്സാംസിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ 50,000 എന്ന് പറയുന്ന നമ്പർ കൂടുതൽ എന്ത് വരും? ഗ്രേറ്റർ ദാൻ 50,000 എന്തുണ്ടാവും? ഇത്തരം എക്സാമുകളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വേക്കൻസി ഒരു വർഷം, ഒരു ഇയറിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇയർ, 1 ഇയറിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഏകദേശം 50,000-ൽ കൂടുതൽ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഉണ്ട് ഇത്രയും പരീക്ഷകളിൽ നിന്ന്. അപ്പൊ ഞാൻ ആ പരീക്ഷകളുടെ ക്വാളിഫിക്കേഷനൊക്കെ പിന്നീട് പറയാം. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. ഹയർ സെക്കൻഡറി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. 10ാം തരം യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന പരീക്ഷയാണ്. 10th പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പരീക്ഷകളുമാണ് വരുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഇനി
ഇനിയും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇത്രയും പരീക്ഷകളും ഏകദേശം 50,000-ൽ കൂടുതൽ അവസരങ്ങളും നമുക്ക് ഒരു വർഷം തന്നെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനെ സീരിയസ് ആയിട്ട് കാണണോ? നിങ്ങൾ പറ, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക ചോദ്യം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് കൂടുതലും കരസ്ഥമാക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലെ ആളുകളാണ്. ഇപ്പോഴാണ്, ഈ സമീപ വർഷങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇത്തരം എക്സാമുകളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അവരത്തരം എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുള്ളത് ഈ സമീപ വർഷങ്ങളിലാണ്. ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ ദിശ അക്കാഡമി കാണുന്ന ആളുകൾക്കറിയാം, കുറച്ച് നാളുകളായി നമ്മൾ ഇതിൻ്റെ ഒരു പ്രയത്നത്തിലാണ്, മറ്റുള്ളവരെ ഇതിലേക്ക് എത്തിക്കുന്ന ഒരു പ്രയത്നത്തിലാണ്. അപ്പോൾ ഒരുപാട് പേരെ നമ്മളിത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റുകളാണിത്. അപ്പോൾ ഇത്തരം പരീക്ഷകൾക്ക് നിങ്ങൾ വൃത്തിയായി പഠിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യാം. കാരണം നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പറയുന്ന പോസ്റ്റുകളെല്ലാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന എക്സാമുകളെല്ലാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സക്സസ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ്, കൃത്യമായിട്ടുള്ളൊരു അറിവാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇത് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുക. മാതാപിതാക്കളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മക്കളെ ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതുപോലെ വരുന്ന മറ്റൊരു എക്സാമാണ് RRB എക്സാം, റെയിൽവേ. റെയിൽവേ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പരീക്ഷകൾ വരും? NTPC കേട്ടിട്ടുണ്ടാവും, ഗ്രൂപ്പ് C പരീക്ഷകൾ വരുന്ന NTPC. അതുപോലെ തന്നെ ഗ്രൂപ്പ് D എക്സാമുകൾ, RRB JE, അതായത് ടെക്നിക്കലായിട്ടുള്ള BTech ഡിപ്ലോമ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് RRB JE, ALP എക്സാം, RPF എക്സാം, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ എക്സാം. ഇങ്ങനെ നിരവധി പരീക്ഷകൾ ഏതിൽ നിന്ന് വരുന്നുണ്ട്? റെയിൽവേ എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. റെയിൽവേ എക്സാമുകളുമായി ബന്ധപ്പെട്ട പരീക്ഷകളാണ് ഞാനീ പറയുന്നത്. ഇത് എല്ലാ വർഷവും വിളിക്കുമോ സാർ? ഒരുപാട് പേര് ചോദിക്കുന്നു, സാർ എല്ലാ വർഷവും റെയിൽവേയുടെ പരീക്ഷകൾ ഉണ്ടാവുമോ? എല്ലാ വർഷവും ഉണ്ടാവത്തില്ല. ഇത് കൂടുതലും കാണുന്നത് 3 years കൂടുമ്പോഴാണ്, 3 വർഷം കൂടുമ്പോഴാണ് എന്തിൻ്റെ പരീക്ഷകൾ നടക്കുന്നത്? റെയിൽവേയുടെ പരീക്ഷകൾ. നമ്മുടെ LDC ഒക്കെ നാട്ടിൽ നടക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ PSCയുടെ പല പരീക്ഷകളും എല്ലാ വർഷവും അല്ല നടക്കുന്നത്. എപ്പോഴാണ്? 3 വർഷം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേയുടെ എക്സാംസ്. 3 വർഷം കൂടുമ്പോഴാണ് ഈ പരീക്ഷകൾ നടക്കുന്നത്. പക്ഷേ SSCയുടെ എക്സാംസോ ഓരോ ഇയറിലും ഓരോ വർഷവും ഇത്രയും പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പുരുഷന്മാർക്ക് 100 രൂപയുള്ള അപേക്ഷാ ഫീസ്, സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് എന്ത് ചെയ്യാം? ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി പരിശ്രമിക്കണ്ടേ? കൃത്യമായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണ്ടേ? അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചാൽ ദിശ അക്കാഡമിയെ പോലെയുള്ള ഒരുപാട് അക്കാഡമികളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളിലേക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന ഒരുപാട് അക്കാഡമിയുണ്ട്. ദിശ അക്കാഡമി പ്രോപ്പറായിട്ട് നിങ്ങളെ അതിലേക്ക് ഗൈഡ് ചെയ്യുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര അക്കാഡമികളിലൂടെയും പ്രോപ്പറായിട്ട് ഇത്തരം എക്സാമുകൾക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇമ്പോർട്ടൻ്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ ഇത്തരം എക്സാമുകൾ, ഇൻ്റലിജൻസ് ബ്യൂറോയുടെ എക്സാംസ്, ഇതൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ എക്സാംസ്, അതിൽ തന്നെ പല പോസ്റ്റുകളുണ്ട്. +2 യോഗ്യത വരുന്നവരുണ്ട്, ഡിഗ്രി യോഗ്യത വരുന്നവരുണ്ട്. അങ്ങനെ ഈ പരീക്ഷകളും നേടിയെടുത്തവരുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വളരെ സീക്രട്ടായിട്ട് നമുക്ക് കീപ്പ് ചെയ്യേണ്ട റിസൾട്ടുകളാണ്. IBയുടെ റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. നമ്മൾ സക്സസ് വീഡിയോ അവരുടെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ അവരുടെ ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ കുട്ടികൾ അതും നേടിയെടുത്തിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എക്സാംസ്, പിന്നെ ഇതേ പാറ്റേൺ പിടിക്കുന്ന കുറേ എക്സാംസ് ഉണ്ട്. PSROയുടെ എക്സാംസ്, അങ്ങനെയൊക്കെയുള്ള നിരവധി സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എക്സാംസ് എന്ന് ചോദിച്ചാൽ, ഒരു വർഷം ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു 10 എക്സാം എങ്കിലും എഴുതാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ കംപ്ലീറ്റ് എക്സാംസും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. +2 ആണെങ്കിൽ കുറച്ചൊക്കെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല, എങ്കിൽ പോലും ബാക്കിയുള്ള എക്സാംസ് എല്ലാം എഴുതാൻ സാധിക്കും. സോ
വളരെ പ്രാധാന്യത്തോടു കൂടി ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടു കൂടി ഏത് എക്സാമിനെ പറ്റി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളെ പറ്റി ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു വളരെ വിലപ്പെട്ട ഇൻഫർമേഷനാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്കും ഈ വിവരം എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ കൃത്യമായിട്ട് അതിലേക്ക് പഠിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുക. ഓക്കെ, ഇനി ഞാൻ അടുത്തത് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ഞാൻ അടുത്ത പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പോൾ PG ഉള്ള ആൾക്കാർ കാണും അല്ലേ, UG ഉള്ള ആൾക്കാർ കാണും അല്ലേ, +2 അല്ലെങ്കിൽ HSC ഹയർ സെക്കൻഡറി യോഗ്യതയുള്ളവർ കാണും അല്ലേ, അതുപോലെ തന്നെ 10th പാസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പല കാറ്റഗറി ആൾക്കാരാണ് നമ്മുടെ നിലവിലുള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് ഏതൊക്കെ ആളുകൾക്കാണ് ഏതൊക്കെ പരീക്ഷകൾ എഴുതാൻ സാധിക്കുന്നത്? ഞാൻ പറയുന്നു, ഈ UGയും PGയും നമുക്ക് ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി. പറഞ്ഞ് മനസ്സിലായോ? ഇവർക്ക് CGL പോലെയുള്ള അല്ലെങ്കിൽ NTPC പോലെയുള്ള അത് NTPCയിൽ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന പല എക്സാംസ് ഉണ്ട്. അങ്ങനെ അതിന് മുകളിലോട്ട് വരുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ച് ചോദിക്കുന്ന പരീക്ഷകളെല്ലാം PG UG ഉള്ള ആളുകൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ PG ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് താഴോട്ട് വരുന്ന എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിക്കവാറും ഉള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏജ് നിങ്ങൾക്ക് എന്താണ് വരേണ്ടത്? നിങ്ങൾ ഒരു ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു 20 ഏജ് ആവുമെന്ന് കൂട്ടിക്കോ. 22 ഒരു 31 വരെയൊക്കെയാണ് പല എക്സാമുകളുടെയും നോർമൽ, അതായത് റിസർവേഷൻ ഒന്നും ഇല്ല എങ്കിൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് 20 മുതൽ 31 വയസ്സ് വരെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഏജ് പരീക്ഷ എഴുതാനായിട്ട്. ഏകദേശം ഒരു 11 വർഷം, 11 ഇയേഴ്സ് നിങ്ങൾക്ക് കിട്ടും പരീക്ഷ എഴുതാനായിട്ട്. ഇതിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ഈ എക്സാം നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കാരണം 11 വർഷങ്ങൾ. പലപ്പോഴും ഞാൻ നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ PG ഒന്നും ചെയ്ത് സമയം കളയണ്ട. നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം? ഇത്തരം എക്സാമുകൾക്ക് വേണ്ടിയുള്ള പഠനം ആരംഭിക്കാനായിട്ട് സാധിക്കും. വെറുതെ നിങ്ങൾ അത്രയും സമയം കൂടെ കളയേണ്ട. PG എടുക്കുമ്പോൾ എന്താ, ഒരു 2 വർഷവും കൂടെ നമ്മുടെ പോകും. ആ 2 വർഷവും കൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും കൃത്യമായ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്താമെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കും? നല്ല ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ, ഒരു 23-24 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൻട്രൽ ഗവൺമെൻറ് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എക്സാം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത് എന്താണ്? +2 ക്വാളിഫിക്കേഷനുള്ള പരീക്ഷകൾ. +2 ക്വാളിഫിക്കേഷനുള്ള പരീക്ഷ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? പറഞ്ഞേ. CHSL എന്ന് കേട്ടോ, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം കേട്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ NTPCയിലെ ചില പോസ്റ്റുകൾ, ക്ലറിക്കൽ പോസ്റ്റുകളൊക്കെ നമുക്ക് ഇതിനകത്തും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 10th പാസ്സായിട്ടുള്ളവർക്കോ ഇതിലുള്ള CHSL വരുമ്പോൾ ഇവിടെ വരുന്ന MTS, GD, ഗ്രൂപ്പ് D പോസ്റ്റുകൾ കണ്ടോ. അപ്പോൾ +2 യോഗ്യതയുള്ളവർക്കും 10th യോഗ്യതയുള്ളവർക്കും നിരവധി പരീക്ഷകളുണ്ട്. നിങ്ങളും ഒട്ടും സമയം കളയാതെ പഠിക്കണം. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ കൃത്യമായി പരീക്ഷകളുണ്ട് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നത്, ഇത്രയേറെ പരീക്ഷകൾ നമുക്കുണ്ട്. നമ്മുടെ യോഗ്യത എന്തുമായിക്കോട്ടെ, 10ാം ക്ലാസ് ഒക്കെ പാസ്സാവാത്ത ആരും കാണത്തില്ല, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ഇപ്പം എല്ലാവരും 10th +2 അതുപോലെ തന്നെ PGയും UGയും ഒക്കെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരാണ്. ഡിഗ്രി ഉള്ളവരാ, മൾട്ടിപ്പിൾ ഡിഗ്രി ഉള്ളവരാ, PG ഉള്ളവരാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സമയം പാഴാക്കാതെ കൃത്യമായിട്ട് ഈ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് എഴുതാൻ പരുവത്തിന് എന്തുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത എനിക്ക് പറയാനായിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെ പഠിക്കണം? പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സർ ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഞാനത് പറഞ്ഞുതരാം. ഒരുപാട് പേര് ചോദിക്കുന്നു,
ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ഒക്കെ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. ഇപ്പം SSC ഉണ്ടെന്ന് സാറ് പറഞ്ഞു, RRB ഉണ്ടെന്ന് സാറ് പറഞ്ഞു, IB ഉണ്ടെന്ന് സാറ് പറഞ്ഞു, ഇങ്ങനെ എക്സെട്ര നിരവധി എക്സാംസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഈ എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം? മക്കളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും. ഇത്തരം എക്സാമുകൾക്കെല്ലാം കോമൺ ആയിട്ട് വരുന്ന സിലബസ് എന്താ? ഇത്തരം എക്സാമുകൾക്കെല്ലാം കോമൺ ആയിട്ട് വരുന്നതാണ് ഏതാണ്? QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സ്. പിന്നെ ഏതാ ഉള്ളത്? പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്, ലോജിക്കൽ റീസണിങ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ജനറൽ അവയർനെസ് ആണ്, അതുപോലെ ജനറൽ സയൻസ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റുകളെല്ലാം നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്ന സബ്ജക്റ്റുകൾ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഉണ്ട്, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു 6 months 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സിലബസുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 6 മാസം എന്തായാലും വേണം. നമ്മളൊരു ബിഗിനറായിട്ടുള്ള ആളാണെങ്കിൽ, പുതിയതായിട്ട് തുടങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മാത്സ് പഠിക്കണം, കൃത്യമായിട്ട് നിങ്ങൾ റീസണിങ് പഠിച്ചിരിക്കണം, ഇംഗ്ലീഷ് മനസ്സിലാക്കണം, ജനറൽ അവയർനെസ് ആൻഡ് ജനറൽ സയൻസ് പഠിക്കണം. ഈ കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം മോഡിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇപ്പം നമുക്ക് മാത്സ് അറിയാവുന്നവരെ, നമ്മൾ +2 വരെ ഡിഗ്രി വരെ മാത്സ് പഠിച്ചിട്ടുള്ളവരായിരിക്കും. പക്ഷേ ആ മാത്സ് പോരാ. കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം മോഡിലുള്ള മാത്സ് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ടോപ്പിക്ക് നമ്പർ സിസ്റ്റം മുതൽ, ഇപ്പം നമ്മുടെ അക്കാഡമികളിൽ മാത്സ് ഒക്കെ ബേസ് മുതലാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. നമ്പർ സിസ്റ്റം മുതൽ അഡ്വാൻസ്ഡ് മാത്സ് വരെയുള്ള ടോപ്പിക്കുകൾ ഓർഡർലി നിങ്ങളെ പഠിപ്പിക്കും. ഏകദേശം ഒരു 26ഓളം ടോപ്പിക്സ് നിങ്ങൾക്ക് മാത്സിൽ നിന്ന് തന്നെ അക്കാഡമിയിൽ പഠിപ്പിക്കാറുണ്ട്. ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് ഓർഡർലി പഠിക്കണം. പിന്നെ വരുന്നത് എന്താണ്? റീസണിങ്ങും ഏകദേശം ഒരു 20ഓളം ടോപ്പിക്സ് ഉണ്ട്, അത് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഇംഗ്ലീഷിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വൊക്കാബ്സ് പഠിക്കണം, ഗ്രാമർ പഠിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പിന്നെന്തുണ്ട്? എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ട്. പൊളിറ്റി ഉണ്ട്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോഴോ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, അതുപോലെ തന്നെ ബയോളജി പഠിക്കണം. അപ്പോൾ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം മോഡിൽ ഈ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം. കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാം മോഡിൽ ഈ സബ്ജക്റ്റുകൾ 6 മാസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള അക്കാഡമിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ 6 മാസം നടത്തുക. ഇത് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോൾ PSC എഴുതുന്നവനാണെങ്കിലും ഈ പഠിച്ച കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ വരത്തില്ല. കോണ്ട് പഠിക്കണം, റീസണിങ് പഠിക്കണം, ഇതിൻ്റെ ഒന്നും ഇത്രയും ലെവലിലൊന്നും എന്തിനില്ല, PSCക്ക് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വിവരം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക. മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുക. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ 6 മാസം ഈ കാര്യങ്ങൾ പഠിച്ചൊരുത്തനാണെങ്കിൽ അവന് പിന്നെ എന്ത് ചെയ്യാം? എക്സാംസിന് വേണ്ടി ഒരുങ്ങാം. എക്സാംസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഇത്തരം എക്സാമിൻ്റെ മോഡെന്ന് പറഞ്ഞാൽ എന്താ? ഓൺലൈൻ എക്സാംസാണ്. ഓൺലൈൻ എക്സാംസ് എന്ന് പറയുമ്പോൾ ആ ഓൺലൈൻ എക്സാം എഴുതാനുള്ള അനുഭവ പരിജ്ഞാനം നിങ്ങൾ നേടിയെടുക്കണം. എങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഓൺലൈൻ എക്സാംസ് എഴുതാനുള്ള അനുഭവ പരിജ്ഞാനം നിങ്ങൾക്ക് മോക്ക് എക്സാമുകളിലൂടെ കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും അക്കാഡമിയിൽ ജോയിൻ ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള മോക്ക് എക്സാംസ് എഴുതി നിങ്ങളുടെ ലെവല് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം കൃത്യമായി സിലബസ് കവറപ്പ് ചെയ്യുക, അതിനുശേഷം പരീക്ഷകൾ എഴുതി കൃത്യമായി ഈ എക്സാംസ് ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുക. കൂടാതെ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് എല്ലാ പരീക്ഷകളും എഴുതാം. ഓരോ പരീക്ഷയും ഓരോ എക്സ്പീരിയൻസ് അല്ലേ?
ശരിയാണോ? നമുക്ക് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എക്സാംസ് കൃത്യമായി എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാംസ് എങ്ങനെ എഴുതണം എന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഓരോ പരീക്ഷയും ഓരോ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന പരീക്ഷകളാണ്. എല്ലാവരും പോയി എഴുതി നമ്മുടെ മിസ്റ്റേക്സ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ വിലപ്പെട്ട ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്താണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാം എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെയാണ് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ തുടങ്ങാം. പിന്നെ നിങ്ങൾ PG ഒന്നും ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ് വരുന്നത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ഒരു സപ്ലി ഉണ്ടെങ്കിൽ അത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും ഈ സിലബസുകളും കവർ ചെയ്ത് പരീക്ഷകൾ എഴുതുക. കാരണം നമ്മൾ എഴുതുന്ന ആദ്യത്തെ പരീക്ഷ തന്നെ ഒരുപക്ഷെ നമുക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷനിലൂടെ നമ്മൾ പരീക്ഷകൾ ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിശ അക്കാഡമി വളരെ സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത്തരം എക്സാമുകൾക്ക് പഠിക്കുക. നമുക്ക് നിരവധി റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചത് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ ലെവലിൽ കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്താണ് നമ്മൾ നിരവധി റിസൾട്ടുകൾ നമ്മുടെ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, ഇപ്പം നമ്മൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അക്കാഡമികളിലെല്ലാം നമുക്ക് ഇത്തരം സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് പറഞ്ഞു വിടാം. അതിൽ മാത്രമല്ല നമുക്ക് ടോപ്പ് റാങ്കുകളിലേക്ക് തന്നെ, ഒന്നാം റാങ്ക്, ഇപ്രാവശ്യത്തെ തന്നെ ഒന്നാം റാങ്കുകൾ പോലും ദിശ അക്കാഡമിയുമായി ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 1-2 ഇൻഫർമേഷൻസ് കൂടി ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദിശ ഓൺലൈൻ എന്ന ആപ്ലിക്കേഷൻ, ഇത് ശരിക്കും ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ ഈ ആപ്പിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാനത് കണ്ടതാണ്. പലരും അവരുടെ യൂട്യൂബ് ചാനൽ വഴി, നിങ്ങൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സുകൾ വരുന്ന ലൈവ് ക്ലാസ്സുകളായിട്ടാണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. മെൻറ്ററിങ് സപ്പോർട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ആപ്പ് എടുത്ത ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് ഞാൻ നേരിട്ട് അവരെനിക്ക് വാട്സപ്പ് ചെയ്ത്, സാർ നല്ല ക്ലാസ്സുകളാണ് എന്ന രീതിയിൽ എനിക്ക് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ധൈര്യമായിട്ട് എന്തുകൊണ്ട് യൂട്യൂബിലൂടെ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, അത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ തന്നെയാണ് ദിശ അക്കാഡമി ദിശ ഓൺലൈൻ എന്ന ആപ്ലിക്കേഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലെ ഡെമോ ക്ലാസ്സുകളും മറ്റും കാണാനായിട്ട് സാധിക്കും. റാങ്ക് നേടിയ പ്രഗത്ഭരായ അധ്യാപകരാണ് അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ശരിക്കും പ്രയോജനം ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അക്കാഡമി ഇത്തരത്തിലുള്ള വിലയേറിയ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ദിശ അക്കാഡമി ലൊക്കേറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം, കാലിക്കറ്റ്, കൊട്ടാരക്കര പ്ലേസുകളിലാണ്. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ എപ്പോഴും അറിയിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ കമൻറ്റുകളായിട്ട് അയയ്ക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും നമ്മൾ ഓരോ വീഡിയോസായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ എക്സാമിൻ്റെ സാധ്യതകളെ പറ്റി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.